ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപാ കടാക്ഷങ്ങൾ എപ്പോഴും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പെന്തക്കോസ്ത ദിനം ആചരിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ധാരാളമായി നൽകാൻ ഇന്ന് കർത്താവ് മനസ്സായിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയുടെ കുറവുകൾ കാരണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ പരസ്പരം പൊരുത്തപ്പെടാൻ ആർക്കും സാധിക്കാതെ വരുന്നു. പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും ദൈവിക മാർഗത്തിൽ ജീവിക്കാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും സ്വർഗത്തിൽ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ, കഷ്ടപ്പാടുകളിൽ, ദുരിതങ്ങളിൽ നമ്മെ താങ്ങി നിർത്തുന്ന ദൈവത്തിൻ്റെ വലിയ ശക്തിയാണ് പരിശുദ്ധാത്മാവായ ദൈവം. പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധ്യമല്ല. ദൈവമാർഗത്തിൽ ചരിക്കാൻ, ദൈവത്തോട് ചേർന്ന് നിന്ന് നമുക്കെതിരെ വരുന്ന തിന്മയുടെ ശക്തിയെ ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ കൂടിയേ തീരൂ. ഇന്ന് ആത്മാർത്ഥമായി, ദാഹത്തോടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഏത് നിയോഗങ്ങളും സാധിക്കുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ സാധിച്ചു തരട്ടെ. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവും ഇല്ല. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നത് എങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ ദിവസം നീ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പെന്തക്കോസ്ത ദിനം ആചരിക്കുന്ന ഞങ്ങളിലേക്ക് നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു തരണമേ. കർത്താവേ, നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ നീ കാണണമേ. ഇവർ ഈ പ്രാർത്ഥനയിലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഇവരുടെ അനവധി നിയോഗങ്ങളെ ഈശോയുടെ നാമത്തിൽ പിതാവേ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്ത ദിനത്തിൻ്റെ ശക്തിയായി, പരിശുദ്ധാത്മാ അഭിഷേകത്തിൻ്റെ ശക്തിയായി ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ ഈ മക്കളെ നിറയ്ക്കണമേ. കർത്താവേ, അന്ന് നിന്റെ ശിഷ്യന്മാർ പരിശുദ്ധ മാതാവിനോടൊപ്പം അപ്പർ റൂമിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിയായി അവരുടെ ജീവിതത്തിൽ, അവരുടെ നെറുകയിൽ വന്ന് ഭവിച്ച് അഗ്നി അഭിഷേകം നൽകി അവരെ സത്യത്തിൻ്റെ വാതിൽ തുറന്ന് സത്യം മനസ്സിലാക്കാൻ, സത്യം തിരിച്ചറിയാൻ കൃപ കൊടുത്ത് എല്ലാം ഭയവും മാറ്റി ദൈവത്തിൻ്റെ ശക്തിയിലും, ദൈവത്തിൻ്റെ വചനത്തിലും, ദൈവത്തിൻ്റെ നീതിയിലും വിശ്വസിക്കുവാൻ കൃപ നൽകി
അവരെ അഭിഷേകം ചെയ്തതുപോലെ ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ അഗ്നി അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ, നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു പുത്തൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഈ മക്കൾ ഇപ്പോൾ നിറയട്ടെ. ഇവരുടെ ഹൃദയാഭിലാഷങ്ങൾ നീ സാധിച്ചു കൊടുക്കണമേ. ഇവരുടെ ജഡിക അഭിലാഷങ്ങളെ നീ മാറ്റി ദൈവികമായ അഭിലാഷങ്ങളാൽ ഇവരുടെ ഹൃദയത്തെ നീ നിറയ്ക്കണമേ. സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇവരിലേക്ക് അയച്ച് ദൈവ സ്നേഹം കൊണ്ട് ഇവരുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. കർത്താവേ, നിന്റെ സമാധാനത്തിൻ്റെ പൂർണ്ണതയാൽ ഈ മക്കളെ ഇപ്പോൾ നിറയ്ക്കണമേ. ഇവർക്ക് ആവശ്യമായ ക്ഷമ നൽകി എല്ലാ കാര്യങ്ങളെയും ക്ഷമയോടെ കാണുവാൻ കൃപ കൊടുക്കണമേ. ഇവർ പരസ്പരം ദയ കാണിക്കുന്നതിനു വേണ്ടി ദയയുടെ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഇവർക്ക് അയച്ചു കൊടുക്കണമേ. നന്മയിൽ വ്യാപൃതരാകുന്നതിനു വേണ്ടി നന്മയുടെ പരിശുദ്ധാത്മാവിനെ ഇവരിലേക്ക് അയക്കണമേ. ദൈവമേ, നിന്റെ സന്നിധിയിൽ ഇവർ വിശ്വസ്തരായി എപ്പോഴും കാണപ്പെടുന്നതിന്, പ്രത്യേകിച്ച് പ്രതിസന്ധി ഘട്ടത്തിൽ നിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ വ്യാപരിക്കുന്നതിന് വിശ്വസ്തയുടെ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഇവരിലേക്ക് അഭിഷേകം ചെയ്യണമേ. ദൈവമേ, ആത്മസംയമനം പാലിക്കാനുള്ള സമയത്ത് ആത്മസംയമനം പാലിക്കേണ്ടതിന് ആത്മസംയമനത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇവരിലേക്ക് അയക്കണമേ. കർത്താവേ, സൗമ്യതയുടെ, എളിമയുടെ, വിശുദ്ധിയുടെ പരിശുദ്ധാത്മാവിനെ ഇവരിലേക്ക് അയച്ച് സൗമ്യതയുള്ള ഹൃദയം നൽകി എല്ലാ പ്രകോപനപരമായ കാര്യങ്ങളിൽ നിന്നും ഇവരെ മാറ്റി നിർത്തണമേ. ദൈവമേ, ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ നീ ഇടപെട്ട് ഇവരുടെ ഹൃദയത്തിൽ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. സകല ഭയങ്ങളെയും നിർവീര്യമാക്കുന്ന, സകല ഭയങ്ങളെയും ദൂരീകരിക്കുന്ന ദൈവ സ്നേഹം കൊണ്ട് ഇവരുടെ ഹൃദയം ഇപ്പോൾ നിറയട്ടെ. ഇവരുടെ ഹൃദയത്തിൽ, മനസ്സിൽ, ശരീരത്തിൽ ദൈവാത്മാവ് വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, നിനക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുക്കണമേ. ഒരു പുതിയ അഗ്നി നാളമായി, പ്രകാശമായി ഇവരുടെ ജീവിതത്തിൽ വന്നു നിറഞ്ഞ് സകല അന്ധകാര ശക്തികളിൽ നിന്നും, അന്ധകാരത്തിൽ നിന്നും ഇവരുടെ കുടുംബാംഗങ്ങളെ നീ മോചിപ്പിക്കണമേ. സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഇപ്പോൾ ഈ മക്കളിൽ വന്നു നിറഞ്ഞ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഇവരെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഥാവായ യേശുവേ, നിന്റെ പിതാവിനോട് നീ അപേക്ഷിക്കുകയും എപ്പോഴും ഞങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ നീ ഞങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും എന്ന വാഗ്ദാനം ഇന്ന് നീ നിറവേറ്റണമേ. സത്യാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ചു തരണമേ. കർത്താവേ, ഞങ്ങൾ അവനെ കാണുകയും അറിയുകയും ചെയ്യുന്നതിന്, നിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുന്നതിന്, നിന്റെ വചനം അനുസരിക്കുന്നതിന്, നിന്റെ മാർഗത്തിൽ ചരിക്കുന്നതിന് സത്യാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ചു തരണമേ. നിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിലെ ഒരു പുതിയ അനുഗ്രഹം നൽകി, പുതിയ സൗഖ്യം നൽകി ഇവരുടെ ജീവിതത്തെ നീ നവീകരിക്കണമേ. ഞാനെല്ലാം നവീകരിക്കുന്നു എന്നരുളി ചെയ്ത ഈശോയെ, ഇപ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തെ നീ നവീകരിക്കണമേ. കുടുംബത്തിൽ സമാധാനവും പ്രകാശവും ഉണ്ടാകട്ടെ. ഹൃദയത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് ഈ മക്കളെ പൂർണ്ണമായി ദൈവാത്മാവ് മോചിപ്പിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സകല ദുസ്സംശയങ്ങളെയും യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നീക്കിക്കളയട്ടെ. ദൈവത്തിൽ ആഴത്തിലുള്ള വിശ്വാസം നേടാൻ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വീകരിക്കാൻ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഈ മക്കളിലേക്ക് ഇറങ്ങി വരട്ടെ. കർത്താവേ, ഇവരുടെ ഹൃദയത്തിലുള്ള ഭയവും ദുഃഖവും വേദനയും നിരാശയും സംശയവും യേശു നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. ഇവരുടെ ശരീരത്തിന് യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇവരുടെ മനസ്സിന് ശക്തി പ്രാപിക്കട്ടെ. ഇവരുടെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു വലിയ ഉയർച്ചയുണ്ടാകട്ടെ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, ദാരിദ്ര്യം, പട്ടിണി മാറിപ്പോകട്ടെ. യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, നിന്റെ വരവിനാൽ ഇവരുടെ ജീവിതം ആത്മീയവും ഭൗതികവുമായ സമൃദ്ധിയാൽ ഇവരെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മൗനമായ ആവശ്യങ്ങളെ
ആരോടും പറയാൻ കഴിയാത്ത ഇപ്പോൾ നീ കാണണമേ. ഇവരുടെ ഹൃദയത്തെ നീ തൊടണമേ. ഇവരുടെ ആവശ്യങ്ങളിൽ നീ അത്ഭുതകരമായി ഇടപെടണമേ. നിന്നോട് പ്രാർത്ഥിക്കുന്ന ഇവരുടെ ഹൃദയത്തെ നീ ലോകത്തിൻ്റെ സകല മാലിന്യങ്ങളിൽ നിന്നും നീ ഇവരെ രക്ഷിക്കണമേ. പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. ഈശോയെ, നിന്റെ വാഗ്ദാനം ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. ഞാൻ നിന്നെ ഒരിക്കലും അനാഥനായി വിടുകയില്ല എന്നരുളിച്ചത് ഈശോനാഥ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ കൂടെ ആയിരിക്കാൻ, ഞങ്ങളെ വഴി നടത്താൻ, ദൈവമാർഗത്തിൽ ഞങ്ങൾ ചരിക്കുന്നതിന്, സത്യത്തിൻ്റെ മാർഗത്തിൽ ഞങ്ങൾ ചരിക്കുന്നതിന് കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ, നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഇവരിലേക്ക് ഇപ്പോൾ തന്നെ അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, പരിശുദ്ധാത്മാവിനു വേണ്ടി ദാഹിച്ച് കാത്തിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുന്നതിനും ഇവരുടെ നിയോഗങ്ങൾ ഇന്ന് അത്ഭുതകരമായി സാധിക്കുന്നതിനും വേണ്ടി അമ്മേ മാതാവേ, ഈ മക്കൾക്കു വേണ്ടി, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ ധാരാളമായി വർഷിക്കട്ടെ. അവിടുത്തെ കൃപാവരങ്ങളാൽ നിങ്ങൾ നിറയട്ടെ. നിങ്ങൾ ഇനി അനാഥരല്ല. പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ടാകും. നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ ശക്തിപ്പെടുത്താൻ, നിങ്ങളെ ധൈര്യപ്പെടുത്താൻ, നിങ്ങളെ വഴി നടത്താൻ, നിങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കാൻ, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ സത്യാത്മാവായ പരിശുദ്ധാത്മാവ് എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് പരമാവധി ഒരു കുറഞ്ഞത് 10 പേരിലേക്കെങ്കിലും ഇതയച്ചു കൊടുക്കുക. എല്ലാവരും പെന്തക്കോസ്ത ദിനത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയാൻ, പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകം കൊണ്ട് നിറയാൻ നിങ്ങൾ ഇത് തീർച്ചയായും ചെയ്തിരിക്കണം. അതിൻ്റെ അനുഗ്രഹം, അതിൻ്റെ പ്രതിഫലം തീർച്ചയായും കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കും. പിതാവായ ദൈവം സകല സമൃദ്ധിയാലും ഇത് പ്രാർത്ഥിക്കുന്ന, ഇത് അയച്ചു കൊടുക്കുന്ന നിങ്ങളിലേക്ക് സകല സമൃദ്ധിയാലും അവിടുന്ന് നിങ്ങളെ നിറയ്ക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.